ഇന്ന് ഞാനങ്ങനെ മാങ്ങനംപാറ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാൻ വേണ്ടി പോകാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തമ്പനയിലിൽ കണ്ട വെള്ളച്ചാട്ടമാണ്. അത്രയ്ക്ക് വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും ഇപ്പോൾ ഈ പൊതുവേ മഴ കുറവാണ്, വെള്ളവും കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ അത്രയ്ക്ക് വലുതായിട്ടില്ലെങ്കിൽ പോലും നല്ല മഴയും വെള്ളമൊക്കെ ഉള്ള സമയത്ത് അതിന് നല്ല വലുതായിട്ട് തന്നെ, അത്യാവശ്യം കാണാൻ വലുതായിട്ട് തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങി, വീട്ടിൽ നിന്ന് വന്നു. ഞാൻ ഏകദേശം എത്താറായിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അടുത്തല്ലെങ്കിലും കുറച്ചടുത്താണ്. അങ്ങനെ അവിടേക്ക് ഇനിയും പോകാനുണ്ട്. ഞാൻ പകുതിയിലിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങ് മേലെന്ന് ആറ്റിൽ നിന്ന് വെള്ളം വന്ന് ഇവിടെ വന്ന് ഡാമിൽ വന്ന് ചേരുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്രാവശ്യം മഴ പെയ്ത് വെള്ളം കയറിയെങ്കിലും വെള്ളം നിന്നില്ല, പെട്ടെന്ന് പോയി. കുറച്ചേ വെള്ളം കയറിയുള്ളൂ. ഇവിടെ കൂടെയൊക്കെ വെള്ളം കയറിപ്പോയി. ഇത് മൊത്തം വെള്ളം വരുമ്പോൾ ഈ ഡാമിൽ വെള്ളം കയറി ഫുള്ളാവാനുണ്ട്. അങ്ങനെ വെള്ളം കയറി ഫുള്ളാകുമ്പോൾ മേലെ ഒരു തടി കിടപ്പുണ്ട്. ആ തടിയിൽ അങ്ങ് പോവും, തടിയുടെ മേലെ അങ്ങ് പോവും. അപ്പോൾ ഇത് മൊത്തം വെള്ളത്തിനടിയിലാവും. അതുപോലെ വെള്ളം വരുമ്പോൾ ഇത് അക്കരത്ത് ആ മരം കണ്ട്, ആ മരം മുട്ടി ഇക്കത്ത് ഈ പാറ മുട്ടി ഇത് ഇത്രയും അങ്ങ് നിറഞ്ഞു വരും. ഈ ആറ്റിന് വെള്ളം നിറഞ്ഞു വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അത്രയും വെള്ളം വരുന്നൊരു ആറാണിത്. നല്ല മനോഹരമായൊരു പുഴ. അപ്പോൾ ഇതിലാണ് ഈ ആറ്റിലാണ് മേലെ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അക്കരോട്ട് തന്നെ കയറുകയാണ്. ഇവിടെ വെള്ളം ഇങ്ങനെ മുറിച്ച് പോകാത്തക്ക വെള്ളമേ ഉള്ളൂ, വെള്ളമില്ല. മഴയില്ലാത്തത് കൊണ്ട് വെള്ളവുമില്ല. ഞാനങ്ങനെ ഇക്കരെ കയറിയിരിക്കുകയാണ്. എന്താ അവിടെയുള്ളത് ഈ തോട്ടിൻ്റെ ഈ സൈഡിൽ കിടക്കുന്നവരൊക്കെ ചൂണ്ടയിടാൻ വരുന്നതാണ്. ഇവിടെ ഡാമിൽ ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇടും. അപ്പോൾ അതിന് വരുന്ന വഴിയാണിത്. അങ്ങനെ ആ വഴിയിലൂടെ പോവുകയാണ്. എന്താ ഇപ്പം വെള്ളം വളരെ കുറവാണ്. എന്തായാലും പോയി നോക്കാം. ഇതിനേക്കാളും വെള്ളം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതും വെള്ളം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ തോലിൽ വെള്ളമൊന്നും കാണില്ല, കുറവായിരിക്കും. എന്തായാലും ഞാൻ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഈ വർഷം മഴ പെയ്തിട്ട് ഇതുവരെ വെള്ളച്ചാട്ടത്തിൽ പോയില്ല. എന്തായാലും പോയി ഒന്ന് നോക്കാം. അങ്ങ് താഴെ കൂടിയാണ് ആറ്. നേരത്തെ താഴെ അവിടെ കൂടിയായിരുന്നു വഴി. ഇപ്പം അവിടെ മരം വീണപ്പോൾ അവർ വഴി ഇങ്ങനെ ആക്കിയതാണ്. എന്തായാലും വഴിയിലൂടെ പോയി നോക്കാം. പണ്ട് അവിടെ കൂടി ഞാൻ താഴെക്കൂടി വഴിൻ്റെ കാര്യം പറഞ്ഞ്, ആ താഴെക്കൂടി അവിടെ കൂടി വെള്ളത്തിലിറങ്ങി ആറ്റിൻ്റെ സൈഡിലൂടെ ആയിരുന്നേ വഴി പണ്ട്. ഇപ്പോൾ ഈ വഴി ഇവിടെ കൂടിയായി. ഇവിടെ കൂടി വഴി വന്നതിന് ശേഷം ഞാനിങ്ങോട്ട് വന്നില്ല. എന്തായാലും വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ മേലെന്ന് ചെറിയ ഒരു കുഞ്ഞു തോട്ടിലൂടെ വെള്ളവും വെള്ളപ്പൊക്കവും. പണ്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടെ ആ വെള്ളത്തിൻ്റെ സൈഡിലൂടെ വഴി ഉണ്ടായിരുന്നേ. വഴി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കൂടെ ആയിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ കൂടി ആയിരുന്നു വരേണ്ടത്. അങ്ങനെ അക്കരെ കൂടി പോയിക്കൊണ്ടിരുന്ന ഞാൻ അവിടെ നിന്ന് കയറി ഇക്കരത്തെ പഴയ വഴിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടെ കൂടെ ആയിരുന്നു പണ്ടത്തെ വഴി. ആ വഴി ഇപ്പം ഇല്ല. ഈ വഴി അടഞ്ഞപ്പോഴാണ് അക്കരെ കൂടി പോകാനുള്ള വഴി അവരിട്ടതും അക്കരെ കൂടി നടക്കുന്നതും. അവിടെ കൂടി പോയാൽ ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യമില്ലയെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അങ്ങ് മേലെ കാണുന്ന അതാണ് ആ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞത്. അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇപ്പോൾ കാണാൻ വെള്ളം കുറവായതുകൊണ്ട് കാണാൻ അത്രയ്ക്ക് മനോഹാരിതമൊന്നുമല്ല. എന്നാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് കാണാനൊക്കെ മനോഹാരിതമാണ്.
ഇത് 2 തട്ടായിട്ട് വരുന്ന വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ ഈ കാണുന്ന താഴത്തെ ഇതാണ്, ഇത് താഴത്തെ വെള്ളച്ചാട്ടം. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇതിലും വലുത് മേലെ ഉള്ളതാണ്, അത് മേലെ പോയിട്ട് കാണാം. ഇത്രയും നേരം വന്ന് കണ്ടുകൊണ്ടിരുന്ന വെള്ളച്ചാട്ടം താഴെ അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇനി അത് കഴിഞ്ഞാൽ ഇതിലും വലുതായിട്ടുള്ളത് മേലെ കാണുന്ന അതാണ് ഇതിലും വലിയതായിട്ട് കാണാൻ കഴിയുന്നൊരു വെള്ളച്ചാട്ടം. പക്ഷെ ഇപ്പോൾ ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്പം സാധാരണ ഇതിലും വെള്ളം കാണും, ചിലപ്പോൾ ഇതിലും വെള്ളം കുറവായിരിക്കും. ഇപ്പോൾ ഇത്രയും വെള്ളമേ ഉള്ളൂ, വെള്ളം കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ വലുതായിട്ടൊന്നുമില്ല, അത്രയ്ക്ക് മനോഹാരിതം എന്ന് പറയാനൊന്നുമില്ല. എന്നാലും ഭയങ്കരമായിട്ട് മഴ പെയ്ത് കുറേ വെള്ളം വരുന്ന സമയത്ത് അത് മൊത്തം മൂടും, ഇത് മൊത്തം നിറഞ്ഞു വരും. ഇതും ഈ കരം മുട്ടി ഇത് ഫുള്ളായിട്ട് നിറഞ്ഞു വരുന്ന സമയത്ത് അത് കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് മഴ ഉണ്ടായിരുന്നപ്പോഴാണ് വന്നിരുന്നതെങ്കിൽ മനോഹരമായിട്ട് കാണാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ വെള്ളം കുറവായതുകൊണ്ട് ഇത്രയും മാത്രമേ കാണാൻ കഴിയൂ. വെള്ളം കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആഘാതവും കുറവാണ്, കാണാനുള്ളൊരു മനോഹാരിത കുറവാണ്. എന്തായാലും ഇവിടെ നിന്ന് അക്കരോട്ട് കയറണം. ഞങ്ങൾ കുറേ കൂടി മേലെ വന്നിട്ടുണ്ട്. താഴത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് മേലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്, പൊതുവെ കുറവാണ്. എന്താ ഇവിടെ ഇപ്പം നോക്കിയാലറിയാം, ഇവിടത്തെ 2 ചാലായിട്ടാണ് വരുന്നത്. ഇതൊരു ചാല്, അപ്പുറത്ത് ഇതൊരു ചാല്. മെയിൻ ചാല് ഇതാണ്. അതിപ്പോൾ മഴയില്ലാത്തത് കൊണ്ട്, വെള്ളം കുറവായതുകൊണ്ട് ഇത്രയും വെള്ളമേ ഉള്ളൂ. നല്ല കൂടുതലും വെള്ളം വരുന്ന സമയത്ത് ഇത് മൊത്തം നിറഞ്ഞു വരും. അതും നിറഞ്ഞ് ഇവിടെ ഒരു ചാലുണ്ട്, ഇതും നിറഞ്ഞ് ഇപ്പോൾ ഇവിടെ കൂടി പോകുന്ന ഇത് ഇങ്ങനെ ഇത് നിറഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വരും. ഇത് മൊത്തമായിട്ട് ഫില്ലായിട്ട് ആ പാറയ്ക്കിപ്പുറം ഇതിനിപ്പുറം എത്രയും നിറഞ്ഞു വരും. അങ്ങനെ അത്രയ്ക്കും വലുതായിട്ട് നിറഞ്ഞു വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കാണാൻ അത്രയ്ക്ക് മനോഹാരിതമല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുളിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു, മുമ്പൊക്കെ വരുമായിരുന്നു. അവിടുത്തെ ഒരു കയവുണ്ട്, അവിടെ കുളിക്കാനൊക്കെ മനോഹരമാണ്. അവിടെ കുളിക്കാൻ രസമാണ്, കിടിലാണ് അവിടെ പോയിട്ട് കുളിക്കാൻ. ഈ സമയത്ത് കൂടുതൽ വെള്ളം വരുമ്പോഴൊന്നും കുളിക്കാനൊന്നും പറ്റൂല. ഇപ്പോഴൊക്കെ അവിടെ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റും. ഇനി മേലോട്ട് പോയാൽ ഒന്നും പറയാൻ പറ്റൂല, പറഞ്ഞാൽ ഒന്നും കേൾക്കൂല. വെള്ളത്തിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് ഒന്നും കേൾക്കൂല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങ് താഴെ അവിടെയായിരുന്നു ആദ്യം കണ്ട ചെറിയ വെള്ളച്ചാട്ടം. പക്ഷെ അതിനെക്കാളും വലുതായിട്ടുള്ള വെള്ളച്ചാട്ടം ഇത് തന്നെയാണ്. പക്ഷേ വെള്ളം നല്ല മലയ്ക്ക് മഴ പെയ്തിട്ട് കൂടുതൽ വെള്ളം വരണം, എങ്കിലാണ് അതിൻ്റെ ഒരു മനോഹാരിത എടുത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം നിറഞ്ഞു വരും, അപ്പോൾ വളരെ മനോഹരമാണ്. അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണിത്. പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ല, ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെയും ഇവിടത്തെയും ഈ പാറ, ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് മാഞ്ഞനം പാറ എന്നാണ് ഇവിടെ തന്നെ പറയുന്നത്.
അങ്ങനത്തെ ഒരു മനോഹരമായൊരു സ്ഥലം. ഇത് അങ്ങോട്ടൊക്കെ ഇരുണ്ട് കെട്ടി നിൽക്കുന്നു, മഴക്കോളുണ്ട് അവിടെയൊക്കെ. പക്ഷെ ഇവിടെ കണ്ട വെയിലുണ്ട്, ആ മരത്തിൻ്റെ മണ്ടയ്ക്ക് സൂര്യൻ ഇരിക്കുന്നുണ്ട്. ഇവിടെ വെയിലുണ്ട്, 4 പാടും പക്ഷേ ഇരുണ്ട് കെട്ടി നിൽക്കുകയാണ്, ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. എന്തായാലും ആ പാലത്തിലോട്ട് അല്ല, ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ്. ഇത് ആഞ്ഞിലി ചക്കയാണ് ഇവിടെ കിടക്കുന്നത്. മണ്ടയിൽ ആഞ്ഞിലി മരമുണ്ട്, അതവിടെ. അതിൽ ചക്കയുണ്ട്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. ഇതിലെവിടെയോ ആ കാട്ടിനകത്താണോ തോന്നുന്നു, അവിടെ എവിടെയോ ഒരു മാവുണ്ട്. അതിൻ്റെ കൊമ്പ് അവിടെ കാണാം. അതിൽ പക്ഷേ മാങ്ങയില്ല. മാങ്ങയുടെ സീസൺ കഴിഞ്ഞതുകൊണ്ട് മാങ്ങയില്ല. എന്തായാലും മേലോട്ടൊന്ന് പോയി നോക്കുക തന്നെ. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. അവിടുത്തെ ചെറു കയമുണ്ട്, അവിടെ നല്ല താഴ്ച ഉണ്ടാവും. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, നല്ല താഴ്ചയുള്ള സ്ഥലമാണ്, അത്യാവശ്യം നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെയും മനോഹരമായൊരു വെള്ളച്ചാട്ടം, അതിനേക്കാളും വലുതായിട്ടൊരു വെള്ളച്ചാട്ടം ഇതിൻ്റെ മനോഹാരിത എടുത്തു കാണണമെങ്കിൽ നല്ല വെള്ളം വരണം. മഴയ്ക്ക് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു വരുന്ന സമയത്താണ് ഇവിടെ കാണാൻ മനോഹാരിത. പറ്റുവാണെങ്കിൽ അടുത്ത വെള്ളപ്പൊക്കത്തിന് ഒരു ദിവസം വരാൻ നോക്കണം. കണ്ട മേലെ എവിടെയാണ്, കണ്ട മേലെ ഇതിൻ്റെ ഈ തോട്ടിൻ്റെ മേലെ, ഈ തോലിൻ്റെ മേലെ അവിടുത്തെ ആൾക്കാരുടെ വെള്ളമൊക്കെ ഉണ്ട്. അവിടെ കണ്ട ഇതുവരെ ഉണ്ട്. അവിടെ കവുങ്ങൊക്കെ നിൽക്കുന്നത് കാണാം. മേലെ ഇവിടെ നിന്ന് വന്നൊരു കവുങ്ങും തടി. എന്തായാലും അങ്ങോട്ട് പിന്നെ പോവാം. ഞാൻ അവിടെയൊക്കെ പോയി കണ്ടുകൊണ്ട് അവിടെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അവിടെ പോയിട്ടൊന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ പോയി നോക്കിയിട്ട് ഇനി അവിടെ കൂടി മേലോട്ട് കയറി പോവുകയാണ്. അതുവഴി കയറി പോകാൻ പറ്റൂല, ഇവിടുത്തെ ഇതുവഴി ഇവിടെ കൂടി വളരെ അനായാസം വളരെ സുഗമമായിട്ട് കയറി പോകാം. പക്ഷേ ഇവിടെ കൂടി കുറച്ച് ചെറിയൊരു ചാലാണ്, കുറച്ച് മാത്രമേ വെള്ളം ഇവിടെ കൂടി വരുന്നുള്ളൂ. പക്ഷേ കൂടുതൽ വെള്ളം വരുമ്പോഴാണെങ്കിൽ ഇത് മൊത്തം നിറഞ്ഞിട്ട് ഇവിടെയൊന്നും വരാൻ പറ്റില്ല, ഇത് മൊത്തം നിറഞ്ഞങ്ങ് ഒഴുകി അങ്ങ് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഒരുമാതിരി കല്ലിൽ ഇവിടുത്തെ ഇത്രയും ചെറിയ തോട്ടല്ല, ഇത് ഇത്രയുള്ള ഓട, ഈ ഓടയിലൂടെ പോകുന്ന വെള്ളമാണ് ഇപ്പം നിലവിൽ അവിടെ അത്രയും വലിയൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടമായിട്ട് മാറിപ്പോകുന്നത്. വെള്ളം കൂടുതൽ വരുന്ന സമയത്ത് ഇത് മൊത്തം നിറഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വന്ന് മറിഞ്ഞങ്ങ് പോകും. അപ്പോഴാണ് കാണാൻ അതിൻ്റെ ഒരു ബ്യൂട്ടി.
അതിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് അങ്ങനെ താഴോട്ട് നോക്കി അങ്ങനെ ഇരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാവേ. അതിമനോഹരമായിട്ടത് അവിടുത്തെ അത് കാണുന്നു. ബ്യൂട്ടിഫുൾ. ആകാശത്ത് പൊതുവെ മഴയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. മേലക്കൂടി കയറി അയ്യോ വഴി മാറിപ്പോയി. എന്തായാലും തിരിച്ച് അക്കരെ കയറണം. ചാടി. ഇവിടെ മണലുകൾ വന്നങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇവിടെ ഒരു പാറാവായ. അവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വഴി അവിടെ കൂടി ആയതുകൊണ്ട് അങ്ങനെ തന്നെ കയറിപ്പോണം. പിന്നെ വഴീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആറ്റിലൂടെ പോകുന്ന വഴിയില്ല. ഇപ്പം അപ്പുറത്ത് ഒരു അക്കരെ കൂടിയാണ് നടക്കുന്നത്. ഞാൻ ആദ്യം വന്ന വഴി ആ വഴിയാണിപ്പോൾ ഉള്ളത്. ആദ്യം പണ്ട് ഇവിടെ കൂടി ആറ്റ് വഴിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വഴി മാറി അക്കരെ കൂടി ആക്കിയിട്ടുണ്ട് അവർ. ഇവിടുത്തെ അക്കരത്തെ അതൊക്കെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ വിളയുണ്ട്. ഇതുവരെ അല്ല, താഴെ നിന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അതുവരെ അക്കര സൈഡിലോട്ട് വിളയുണ്ട്. പിന്നെ ഇത് കാടാണ്. ഈ സൈഡ്, ഈ ആറ്റിൻ്റെ ഇക്കര സൈഡ്, ഞാൻ നിൽക്കുന്ന ഈ സൈഡ് കാടാണ്. ഇവിടെ ഈ സൈഡ് വിളയൊന്നുമില്ല. ഉണ്ട്, അങ്ങ് ഒരുപാട് മേലേ ഉള്ളൂ. ഈ ആറ്റിൻ്റെ സൈഡ് വരെ ഉള്ളത് അക്കരത്തെ അതാണ്. അവിടെ റബ്ബറുണ്ട്, അതൊരു റബ്ബർ, ഇവിടെ റബ്ബർ, അവിടെ കവുങ്ങുണ്ട്. പിന്നെ അങ്ങോട്ട് കുരുമുളകും മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വിളയാണ്. ഈ ഭാഗം കാടുമാണ്. ഞാനിത് ഇവിടെ കൂടി ഇങ്ങനെ പോകുന്നൊരു വഴിയുണ്ട്. അങ്ങനെയാണ് കയറി ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ മാഞ്ഞനംപാറ വെള്ളച്ചാട്ടവും കണ്ട് ഞാനിങ്ങനെ ഇവിടെ വന്നങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ വെള്ളച്ചാട്ടവും കണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ താഴെ ആറ്റിൻ്റെ ഉത്തരവേരയിൽ കയറി വന്നിട്ട് നാക്കിൽ കയറി വന്ന് ഇവിടെ വന്ന് വെള്ളച്ചാട്ടവും കണ്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ്. എന്താ വീട്ടിലോട്ട് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് കുറച്ച് മേലെ ഇത് ആറുതായി കയറിയിട്ട് കുറച്ച് മേലെ കയറുമ്പോൾ തന്നെ അവിടെ വിളയിൽ കൂടി കയറിപ്പോയാൽ വീടെത്തും. ഒരുപാട് ദൂരെയൊന്നുമല്ല, വീട്ടിനടുത്ത് തന്നെയാണ്. ഒരുപാട് അടുത്തല്ല എന്ന് മാത്രം. അങ്ങനെ ഇവിടെയൊക്കെ വീടുണ്ട്. ഞാൻ അവിടുത്തെ വീടൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ കണ്ടുകൂടാ. ഞാൻ അവിടെ പോയിരുന്ന വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.
കാണാൻ വന്ന കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് ഇവിടെ കാണാൻ വേണ്ടി വന്നതല്ല. താഴെ വന്നപ്പോൾ അവിടെ കൂടി കയറി വന്നിട്ട് ഇത് വെള്ളച്ചാട്ടവും കണ്ടു പോകാം എന്നുള്ളൊരു രീതിയിൽ വന്നതാണ്. അങ്ങനെ വന്നതാണ്, കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കത്തണം, കത്തി കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്.